ഹലോ ഡിയേഴ്സ്, NMMSന് ചോദിക്കുന്ന ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എക്സും വൈയും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ. In a group of goats and ducks, the number of legs is 20 more than twice the number of heads. ഇവിടെ പറയുന്നത് ഗോട്ടും ഡക്കും. നമുക്കറിയില്ല എത്ര ഗോട്ട് ആടുകൾ എത്ര ഉണ്ട്. ഒരു കൂട്ടം ആടുകളും താറാവുകളിലും കാലുകളുടെ ആകെ എണ്ണം തലകളുടെ ആകെ എണ്ണത്തിന്റെ ഇരട്ടിയേക്കാൾ 20 കൂടുതലാണ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ആടിന്റെ എണ്ണം നമുക്കറിയാത്തത് കൊണ്ട് അത് നമ്മൾ എക്സ് ആണെന്ന് എടുക്കുന്നു, താറാവിന്റെ എണ്ണം വൈ. ഓക്കെ, ആടിന്റെ എണ്ണം എക്സ്, താറാവിന്റെ എണ്ണം വൈ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആകെ തലകളുടെ എണ്ണം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. എന്തുകൊണ്ടാ? എത്ര ആടുണ്ടോ അത്ര തലകൾ ഉണ്ടാവും, എത്ര താറാവുണ്ടോ അത്രയും തലകൾ ഉണ്ടാവും. അപ്പൊ ആകെ തലകളുടെ എണ്ണം ആകെ ആടുകളുടെ എണ്ണം പ്ലസ് ആകെ താറാവുകളുടെ എണ്ണം. ശരിയല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഗോട്ട്സ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ഡക്സ് ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ. ഇനി ആകെ കാലുകളുടെ എണ്ണം. എടാ, ആടിന് എത്ര കാലുണ്ട്? 4 കാല്. അപ്പൊ ആടിന്റെ കാലുകളുടെ എണ്ണം 4x. താറാവിന്റെ കാലിന്റെ എണ്ണം 2 ആണ്. ഒരു താറാവിന് 2 കാല്. അങ്ങനെ താറാവിന്റെ എണ്ണം y ആയതുകൊണ്ട് താറാവിന്റെ കാലുകളുടെ എണ്ണം 2y. ശരിയല്ലേ? ഇനി ഇത് തമ്മിലുള്ള ബന്ധം എന്താ പറയുന്നത്? ആകെ കാലുകളുടെ എണ്ണം തലകളുടെ എണ്ണത്തിന്റെ ഇരട്ടിയേക്കാൾ, തലകളുടെ എണ്ണത്തിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഗുണിക്കണം. തലകളുടെ എണ്ണത്തിന്റെ ഇരട്ടി, അപ്പൊ 2 കൊണ്ട് എക്സ് പ്ലസ് വൈനെ ഗുണിക്കണം. അതിനോട് എത്ര കൂടുതലാണ്? അതിനേക്കാൾ 20 കൂടുതലാണ്. അതിനേക്കാൾ എത്ര കൂടുതലാണ്? 20 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആടുകളുടെ എണ്ണമാണ് മക്കളോട് ചോദിച്ചത്, നമ്പർ ഓഫ് ഗോട്ട്സ്. അതായത് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചോ. സാർ, എന്തുകൊണ്ടാണ് ഇവിടെ 4x വന്നത്? ഒരാടിന് 4 കാല്. അങ്ങനെ ആടിന്റെ ആകെ കാലുകളുടെ എണ്ണം 4x. താറാവിന് 2 കാലാണ്. താറാവിന്റെ എണ്ണം y ആണെങ്കിൽ 2 × y 2y. അതാണ് താറാവിന്റെ കാലുകളുടെ എണ്ണം. താറാവിന്റെ എണ്ണം y, ആടുകളുടെ എണ്ണം x. അപ്പൊ ആകെ തലകളുടെ എണ്ണം ഈ 2 എണ്ണം കൂടെ കൂട്ടിയാൽ മതി. എക്സും വൈയും കൂടെ കൂട്ടിയാൽ എക്സ് പ്ലസ് വൈ. അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഗുണിക്കണം. ഇനി അതിനേക്കാൾ 20 കൂടുതലാണ്, അതുകൊണ്ട് 20 കൂട്ടി. സോ അങ്ങനെ നമ്മൾ സമവാക്യം അഥവാ ഇക്വേഷൻ എഴുതി. ഇനി നിങ്ങൾ നോക്കിക്കോ, എല്ലാരും മക്കളെല്ലാവരും ശ്രദ്ധിച്ചോ. 2 × x 2x പ്ലസ് 2 × y 2y പ്ലസ് 20 is equal to 4x പ്ലസ് 2y. ശരിയല്ലേ? ഇനി മക്കൾ നോക്ക്, 2 സൈഡിലും നിങ്ങൾക്ക് എന്ത് കാണാം? പ്ലസ് 2y കാണാം. അത് വെട്ടിക്കളയാം. 2 സൈഡിലുള്ളത് വെട്ടിക്കളയാം. ബാക്കി എന്താ കിട്ടുക? ബാക്കി വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കിക്കോ, 2x പ്ലസ് 20 is equal to അപ്പുറത്ത് 4x. ശരിയല്ലേ? ഈ 20 ഇവിടെ വെക്കുക. 2x അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 4x, 2x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 2x. അപ്പൊ 20 is equal to 4x 2x കുറച്ചാൽ 2x. 2x 20 ആണെങ്കിൽ x എത്രയാ മക്കളെ? x എന്ന് പറയുന്നത് 20ന്റെ പകുതി. 20ന്റെ പകുതി 10. 20ന്റെ പകുതി 10. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. x is equal to 10 എന്ന് നമുക്ക് കിട്ടും. നമുക്ക് x ആണ് നമ്പർ ഓഫ് ഗോട്ട്സ്. അത് എത്രയാണ്? 10 എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഇതേപോലെ എക്സും വൈയും ഉപയോഗിച്ച് ചെയ്യേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, 3x + y എന്ന് പറയുന്നത് മക്കൾക്ക് തരാണ് 9. അതേസമയം 3x - x എന്ന് പറയുന്നത് നോക്കിക്കോ എത്രയാണ്? 81. നിങ്ങൾക്ക് 3ന്റെ പവേഴ്സ് അറിയണം. 3 ആണ് 9. അതേപോലെ 3 ചെയ്താലാണ് 81. അതായത് 3 × 3 × 3 × 3 ചെയ്താലാണ് 81. അപ്പോൾ എൻ്റെ മക്കൾ ഇത് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എക്സ് പ്ലസ് വൈ 2 ആണ്, 2y - x 4 ആണ്. ഇതാണ് എക്സ് പ്ലസ് വൈ 2. അത് നമ്മൾ എഴുതാം. ശ്രദ്ധിച്ചേ, എക്സ് പ്ലസ് വൈ 2. അതേപോലെ 2y - x എന്ന് പറയുന്നത് എത്രയാണ്? നോക്കിക്കോ എത്രയാണ്? 4. ഈ 2 ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ
നമ്മൾ എപ്പോഴും ആദ്യം എക്സ് എഴുതുക, പിന്നെ വൈ എഴുതുക. അപ്പോൾ 2y മൈനസ് എക്സ് എന്നുള്ളതില്ലേ, അത് നമുക്ക് എങ്ങനെ എഴുതാം? 2y മൈനസ് എക്സ് ഉള്ളതിനാ നമുക്ക് ശ്രദ്ധിച്ചേ, മൈനസ് എക്സ് ആദ്യം എഴുതി, 2y പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 2y, മൈനസ് എക്സ് പ്ലസ് 2y എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ ഒരു മിസ്റ്റേക്കും ഇല്ല. എന്താ ചെയ്തത്? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ, മൈനസ് എക്സ് എന്നുള്ളതിനെ ആദ്യം എഴുതി, എക്സിനെ ആദ്യം എഴുതി. ഓക്കെ, മൈനസ് എക്സ് ആദ്യം എഴുതുക, 2y പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 2y രണ്ടാമത് എഴുതി. സെറ്റ് ആണല്ലോ. ഓക്കെ, ഇതാണ് നമ്മളുടെ കയ്യിലുള്ള രണ്ട് ഇക്വേഷൻസ്. ഇനി ഇതാ ഇവിടെ നോക്കിക്കേ, എക്സിന്റെ എണ്ണം സെയിം ആണോ മക്കളെ? എക്സിന്റെ എണ്ണം സെയിം ആണ്, ചിഹ്നം ഡിഫറെന്റ് ആണ്, എണ്ണം എന്താണ്? എണ്ണം സെയിം ആണ്, ആണല്ലോ. അപ്പൊ ഇത് സോൾവ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് NMMSന് വേണ്ടി ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. ഈ എണ്ണം സെയിം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യാം. ഇതാ നോക്കിക്കേ, ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. ഓപ്പോസിറ്റ് ചിഹ്നമാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. സെയിം ചിഹ്നമാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. അതായത് ഇതിൽ ഇവിടെയും എക്സ് ഇവിടെ എക്സ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് എന്ന് എക്സ് കുറച്ചാൽ 0 ആയി പോകും. പക്ഷെ ഇവിടെ മൈനസ് എക്സ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നോക്കിക്കോ, വൈയും 2y, മക്കൾ നോക്കിക്കേ, വൈയും 2y ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? 3y. 2ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ 6. 3y 6 ആണെങ്കിൽ y എത്രയാ? y എന്ന് പറയുന്നത് 6/3, അതായത് 2. ഓക്കെ, 2. ഇനി എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചോ, y 2 ആണ്. എല്ലാവരും ശ്രദ്ധിച്ചേ, എക്സും വൈയും കൂടെ കൂട്ടിയാലാണ് 2 കിട്ടുക. അതായത് എക്സിനോട് y 2 ആണ്, എക്സിനോട് 2 കൂട്ടിയാൽ 2 കിട്ടും. ഏത് നമ്പറിനോട് 2 കൂട്ടിയാൽ ഞങ്ങൾക്ക് 2 കിട്ടുക? അത് എക്സ് കാണണമെങ്കിൽ അപ്പുറത്ത് 2 ഉണ്ട്, ഈക്വൽ ടു. ഈ പ്ലസ് 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -2. 2 2 കുറച്ചാൽ എക്സ് 0. എക്സ് എത്രയാ? എക്സ് 0. എക്സ് 0 ഇവിടെ ഓപ്ഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്ക്. എക്സും വൈയും കൂടെ കൂട്ടിയാൽ 26. എക്സും മൈനസ് വൈ എത്രയാണെന്നറിയോ? എക്സ് മൈനസ് വൈ 4. നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇവിടെ നോക്ക്, വൈന്റെ ചിഹ്നം മുന്നിൽ പ്ലസ്, ഇവിടെ മൈനസ്. ഇപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആരെ കണ്ടുപിടിക്കാം? കൂട്ടിക്കഴിഞ്ഞാൽ എക്സും എക്സും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2x ഒക്കെ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, y എത്രയാണെന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യണേ.